എനിക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിവില്ല. ഒരു ആത്മഹത്യ ചെയ്ത് ഞാൻ ഈ ഒരു ലോകത്തോട് വീട്ട പറഞ്ഞിരുന്നുവെങ്കിൽ മാസ്റ്ററിൽ വരുന്നതിന്റെ മുന്നേ ഫാത്തിമയുടെ മെന്റൽ ഹെൽത്ത് എങ്ങനെയായിരുന്നു? കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഏത് വഴിയിലേക്ക് പോകണം മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ ചെയ്യണം, എന്ത് തുടങ്ങണം, എങ്ങനെ അവസാനിക്കണം എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല. അപ്പൊ സോൾ മാസ്റ്ററിൽ ജോയിൻ ചെയ്താല് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആവും എന്ന് എന്തുകൊണ്ട് തോന്നി? വരാൻ കാരണം എന്താന്ന് വെച്ചാല് ഷബ്ന സുൽത്താൻ മാമിനെ ഒരു പരിപാടിയിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്കൂളിൽ ഒരു പ്രോഗ്രാമിനും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിൽ ലക്ഷ്യമുണ്ടല്ലോ, അപ്പോൾ അത് മാമിൻ്റെ അടുത്ത് സമീപിച്ചാൽ അതിനൊരു നല്ലൊരു മെസ്സേജ് കിട്ടുമെന്നാണ് സ്കൂളിൽ നടന്ന ക്ലാസ്സിൽ എനിക്ക് തോന്നിയത്. അപ്പോൾ അതിലൊരു ഹീൽ ആൻഡ് ഗ്രോ പ്രോഗ്രാം മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വ്യക്തമായി ഞാൻ സമീപിക്കേണ്ട ആൾ ഷബ്ന മാം തന്നെയാണെന്ന് തോന്നി. അപ്പോൾ മാമിനായിട്ട് കണ്ട് സംസാരിച്ചു. അന്ന് മാം ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ പിന്നീടാണ് നമുക്ക് ഇങ്ങനെ ഒരു സോൾ മാസ്റ്ററി പ്രോഗ്രാം ഉണ്ട്, നമ്മളെ ആഡ് ചെയ്യണോ എന്നുള്ളതൊക്കെ വന്നത്. സോൾ മാസ്റ്ററിയിൽ ഇപ്പൊ വന്നിട്ട് 3 മാസമായി ഫാത്തിമ. അപ്പൊ ഇപ്പൊ ഫാത്തിമക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ അൽഹംദുലില്ലാ സോൾ മാസ്റ്റർ എന്തായാലും ഒരു ബെസ്റ്റ് ഡിസിഷൻ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ അതെങ്ങനെ പോകണം, എന്ത് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം ഒന്നും അറിയില്ല. എന്നാൽ എത്തണം അങ്ങനെയാണ്. പക്ഷെ എനിക്കിപ്പം എന്ത് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം, എവിടെ എത്തണം എന്ന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ വളരെ ലക്ഷ്യം കറക്റ്റായിട്ടാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ തീരുമാനം എടുത്തത് എനിക്ക് തെറ്റിയിട്ടില്ല. എൻ്റെ തീരുമാനത്തിൽ ആദ്യം സോൾ മാസ്റ്റർ തിരഞ്ഞെടുത്തതിന് അൽഹംദുലില്ലാ പറയാണ്. എനിക്ക് കറക്റ്റ് ഇപ്പം എവിടെ നിന്ന് തുടങ്ങണം, എന്താണ് ഫസ്റ്റ് ഞാൻ സോൾ മാസ്റ്ററിയിൽ വന്നതിന് ശേഷം ഫാത്തിമ എന്തൊക്കെയാണ് ചേഞ്ച് വരുത്തിയത് ലൈഫിൽ? മെയിനായിട്ട് ചേഞ്ച് വരുത്തിയത് ഞാൻ എന്നെ തന്നെയാണ്. കാരണം എനിക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിവില്ലായിരുന്നു. ഞാൻ മറ്റുള്ളവരെ ഹാപ്പിനെസ്സിനാണ് കൂടുതലും മോർ ഇമ്പോർട്ടൻസ്. ഇപ്പം ഒരാൾ ചിരിച്ചില്ലെങ്കിൽ ഞാൻ അതിൽ ഡൗൺ ആവും. പക്ഷെ ഇപ്പം ആൾ ചിരിച്ചില്ലെങ്കിലും എനിക്ക് എന്നിൽ ഹാപ്പിനെസ് കൊണ്ടുവരാൻ സെൽഫ് ലവ് മെയിനായിട്ട് ഇപ്പം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് എന്നെ അറിഞ്ഞിട്ടില്ല ഇതുവരെ, ഞാൻ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം അതൊക്കെ അറിയാൻ എനിക്ക് മാം വഴി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഞാൻ എന്താണെന്നും എൻ്റെ റൂട്ട് എന്താണെന്നും എനിക്ക് വളരെ വ്യക്തമാണ്. ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. ഇപ്പൊ ഒരു ലക്ഷ്യം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ആ ലക്ഷ്യത്തിലേക്ക് എത്തുമോ? എന്തായാലും തീർച്ചയായിട്ടും എത്തും. ഇതുവരെ എത്തൂല എന്നായിരുന്നു, സോൾ മാസ്റ്ററി തുടങ്ങണേക്കാളും മുന്നേ. ഇന്ന് ഞാൻ പറയുന്നു 100% ഞാൻ എത്തിയിരിക്കും. കാരണം അതിൻ്റെ ഒരു ഹാഫ് പോർഷന് അല്ലെ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ എത്തി. എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത് മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട്? സൊസൈറ്റിക്ക് കൊടുക്കാനുള്ളത് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? എൻ്റെ ജീവിതം വെച്ച് തന്നെയാണ് ആദ്യം കൊടുക്കാനുള്ളത്. കാരണം നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളെ ജീവിതം കളയരുത് എന്നുള്ളതാണ് ഫസ്റ്റ് മെസ്സേജ് കൊടുക്കാനുള്ളത്. കാരണം ഞാൻ അത്തരം ഒരു ചിന്തകളിലൂടെ കടന്നുപോയ ഒരാളാണ്. ആത്മഹത്യ ചെയ്യാൻ അത്രയും ആ ഒരു ക്രിട്ടിക്കലിലേക്ക് എത്തിയ ഒരാളാണ്. പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുന്നത്, അത് ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ, ഞാൻ അന്ന് ഒരു ആത്മഹത്യ ചെയ്ത് ഞാൻ ഈ ഒരു ലോകത്തോട് വീട്ട പറഞ്ഞിരുന്നുവെങ്കിൽ ഏറ്റവും വലിയ നഷ്ടം അതെനിക്ക് മാത്രമായിരുന്നു. കാരണം ഇന്നിപ്പോൾ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്താൻ ഉള്ള ഒരാഗ്രഹം ഉണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ ഞാൻ അന്നവിടെ വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഞാൻ അതിലൂടെ ഏറ്റവും വലിയ പരാജിതയാവുകയാണ്. പക്ഷെ ഇന്നെ അങ്ങനെ ആക്കി തീർത്ത ആളുകൾ എന്താണ് ചെയ്യുന്നത്? അവർ വിജയിച്ചു. പക്ഷെ ആ ഒരു സമയം എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണില്ല, ചിന്തിക്കുന്നില്ല നമ്മൾ എങ്ങനെയെങ്കിലും അവസാനിച്ചാൽ മതി എന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് അൽഹംദുലില്ലാ അത് തോന്നാതെ ചെയ്തിട്ട് അത് സക്സസ് ആവാതിരുന്നത് വളരെ നന്നായി. അപ്പം ഇങ്ങനെയുള്ള സമൂഹത്തോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ബലിയാടാക്കരുത് എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നിങ്ങളറിയാതെ നിങ്ങളിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുക അപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വേദനകൾ ഉണ്ടാവും, സന്തോഷങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് അത് കൊടുക്കരുത്. നമ്മൾ നമ്മളെ തന്നെ നന്നായി സ്നേഹിക്കുക. നമ്മളെ സ്നേഹിച്ചാൽ നമുക്കുള്ള വഴിയും തുറന്നു തരും.